തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷത്തിൽ വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറും. അന്തിമഹാകാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ദേശം വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേലയുടെ ചുറ്റുവിളക്ക് അന്തിമഹാകാവിൽ ചൊവ്വാഴ്ചയാണ് വരുന്നത്. അന്ന് ചുറ്റുവിളക്ക് ദീപാരാധന, പിന്നെ പഠിച്ചു വന്ന കുട്ടികളുടെ പാഞ്ചാരി മേളം അരങ്ങേറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാശിവക്ഷേത്രത്തിൽ വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ അന്ന് മുതൽ 4 ദിവസത്തെ വൈകുന്നേരത്തെ കലാപരിപാടികളും അന്നദാനവും തീരുമാനിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഗണപതി ഹോമം, ചുറ്റുവിളക്ക് ദീപാരാധന, പിന്നെ തിരുവാതിരക്കളി, പിന്നെ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തങ്ങൾ, വൈകുന്നേരം 8:30 അന്നദാനം. പിന്നെ ബുധനാഴ്ച ഗണപതി ഹോമം, ചുറ്റുവിളക്ക്, തിരുവാതിരക്കളി, പിന്നെ അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് ബാലെ. അത് ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് ബാല നടക്കുന്നുണ്ട്. 7:30 8:30 അന്നദാനം. പിന്നെ വ്യാഴാഴ്ച ഗണപതി ഹോമം, ചുറ്റുവിളക്ക്, ഭജന, വെങ്ങാനല്ലൂർ ഭജന സംഘത്തിൻ്റെ ഭജനയും തിരുവാതിരക്കളി, പിന്നെ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തങ്ങൾ, അന്നദാനം. പിന്നെ വെള്ളിയാഴ്ച ഒരു ഭജന സംഘം, പ്രശാന്ത് വർമ്മയുടെ മാനസമഞ്ജരി പറഞ്ഞ ഭജന, പിന്നെ 8:30 അന്നദാനം. പിന്നെ വേല ദിവസം ഗണപതി ഹോമം, പിന്നെ ഒരു പാണപ്പറമ്പിൽ പറഞ്ഞ ഒരു ചടങ്ങുണ്ട്, വെടിപ്പൊട്ടിക്കുന്ന ഒരു ചടങ്ങ് 11 മണിക്ക്, അതുണ്ട്. പിന്നെ വൈകുന്നേരം തായമ്പക. അത് കഴിഞ്ഞ് രാത്രി 8:30 ചരിത്രപ്രസിദ്ധമായ ഒരു വേല വരവുണ്ട്, ചൂട്ട് കത്തിച്ചിട്ട്. ഞങ്ങൾ വെങ്ങാനല്ലൂരിൽ നിന്ന് ചൂട്ട് കത്തിച്ച് വന്ന് എലിയപ്പറ്റ അമ്പലത്തിൽ ചേലക്കര ദേശം ഞങ്ങൾ സ്വീകരിച്ച് ഭൂതോട്ടംകുളത്തിൻ്റെ അവിടെ വന്നിട്ട് ചൂട്ട് കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് ചേലക്കര. അപ്പോൾ അവിടുന്ന് കോമരത്തിൻ്റെ കൽപ്പന സ്വീകരിച്ചിട്ട് അന്തിമഹാകാവിലേക്ക് പോകും. പിന്നെ പുലർച്ചെ 2:30 to 3:30 വെടിക്കെട്ടുന്ന സമയം വെങ്ങാനല്ലൂർ ദേശത്തിൻ്റെ. അങ്ങനെയാണ് പിന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. പിന്നെ ചേലക്കോട് നിന്ന് പകൽ വേല പുറപ്പെടുന്നുണ്ട്. അത് അവിടുന്ന് 3 മണിക്ക് പുറപ്പെട്ട് അന്തിമഹാകാവിലേക്ക് 4-4:30 കൂടി എത്തിച്ചേരും. ഇതൊക്കെയാണ് പരിപാടികൾ ആസൂത്രണം. അപ്പോൾ എല്ലാ ജനങ്ങളെയും നാട്ടുകാരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും മഹാശിവക്ഷേത്രത്തിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.